അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമൊരുക്കുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. പത്തനംതിട്ടയിൽ നിന്നാണ് അതിൻ്റെ ആവിർഭാവം. അപ്പോൾ പത്തനംതിട്ടയിൽ ഇന്ന് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ജോബ് ഫെയർ പരിശീലന പരിപാടിയിലാണ്. ഇതിനോടകം തന്നെ നിരവധി ജില്ലകളിൽ ഒട്ടനവധി ജോബ് ഫെയറുകൾ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതിലൂടെ നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് നിരവധിയായ ആളുകൾക്കാണ് തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്രയിൽ. നമ്മൾ കോമൺലി ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ CV എടുക്കുന്നു, ആളുടെ ഫോട്ടോ മാറ്റുന്നു, നമ്മുടെ ഫോട്ടോ എൻട്രി ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ച ഈ പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലാ പ്രോഗ്രാം മാനേജർ ഷിബു ആണ് നമ്മോടൊപ്പം ഉള്ളത്. ചോദിച്ചറിയാം, എങ്ങനെയുണ്ട് ഈ പദ്ധതി കൊണ്ടുവന്ന മാറ്റങ്ങൾ, ആളുകളുടെ ഒരു റെസ്പോൺസൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നത് 2021-ലാണ്. അതായത് നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. വിജ്ഞാന കേരളം പദ്ധതി വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ് ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി മോഡൽ കൊണ്ടുവരുന്നത്. ഈ മോഡലിന് ശേഷമാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്ന മോഡലിന് ശേഷമാണ് വിജ്ഞാന കേരളം എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്തൊട്ടായി വ്യാപിപ്പിച്ചത്. ഈ 8000-ലധികം ആളുകൾക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ 8000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 8000 ഫാമിലിക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബാക്ക് ടു ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ് സ്കില്ലിൻ്റെ. കാരണം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഫൈനൽ ഇയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. 28ഓളം തൊഴിൽമേള, ചെറുതും വലുതുമായ മെഗാ ജോബ് ഫെയർ, പ്രാദേശിക തൊഴിൽമേള എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കുടുംബശ്രീ സംവരണം വഴിയും നമ്മൾ നടത്തുകയുണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു ഈ വർക്ക്ഷോപ്പ്? ടോട്ടലി പദ്ധതിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലൊരു പദ്ധതിയാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ജോലി ഇല്ലാതിരിക്കുന്ന കൂടുതലൊരു പ്രയോജനമുള്ളത് അമ്മമാർക്കാണ്. കൂടുതലായിട്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഇതിലൊരു നല്ലൊരു ക്ലാസ് തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒത്തിരി ഞാൻ ജോബ് സീക്കേഴ്സായിട്ട് ഇങ്ങനെ ഒത്തിരി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും കിട്ടാത്ത ഒരു എന്താ പറയുന്ന ഒരു പ്രതീക്ഷ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് തന്നെ ഒരു 9 വർഷം കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഇത് കിട്ടിയ ഏറ്റവും വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. ഇപ്പോൾ ഞങ്ങളുടെ ഓരോ പ്രാരാബ്ദങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇന്നത്തെ ഈ സമയം തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ ക്ലാസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഏറ്റവും ഒരു നല്ലൊരു കാര്യം ചെയ്ത ഒരു ഫീലാണ്. വളരെ നല്ലൊരു ക്ലാസ്സായിട്ടും ഒരു ജോലി ഇനിയും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഒത്തിരി ഉണ്ട്. യോഗ്യതയുള്ള ഒരാൾക്ക് പോലും ജോലി ലഭിക്കാതെ പോകരുത്. അത്തരത്തിൽ ആളുകളിലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് പരിശീലനം നൽകി തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി നമ്മുടെ നാടിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയെടുത്ത് വികസനത്തിൻ്റെ, പുരോഗതിയുടെ, മാറ്റങ്ങളുടെ നാടായി കേരളത്തെ മാറ്റുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. അപ്പോൾ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഈ 1 ഡേ വർക്ക്ഷോപ്പിൽ നിന്നും നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്. വയോ പോകാം.